ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടമെന്റെ നബിയോട് ലാ യുമിനു അഹദും ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ 2 മക്കളും രോഗികളാണ്. എന്റെ മോനൊന്ന് സഹായിക്കൂ. കരയണ്ട ആഫി, കരയണ്ട ആഫി. പ്രിയപ്പെട്ടവരെ, വളരെ എമർജൻസി ആയ ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ അവസാന ദിനരാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഉമ്മ തന്റെ 2 പൊന്നുമക്കളും മാരക രോഗികളായി ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുമ്പിൽ നിറകണ്ണുകളോടെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. വീർത്ത് പൊട്ടാറായ ഈ പൊന്നുമോന്റെ ദയനീയ അവസ്ഥ. പ്ലീസ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് എനിക്ക് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല. ഈ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് നൽകിയ 2 പൈതലുകൾ ഇന്ന് മാരകമായ ലിവറിന് ബാധിച്ച മാരകമായ രോഗം കൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ്. ഈ കാഴ്ച കണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോന്റെ വീർത്തു പൊട്ടാരായ ഈ ലിവർ ഡാമേജ് ആയി എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോന്റെ ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ പൊന്നുമോൻക്ക് വല്ലാത്തൊരവസ്ഥയാണ്. പ്ലീസ് ഇതൊന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. വളരെ എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോന്റെ ലിവർ മാറ്റിവെക്കണം. അതുപോലെ ഈ പൊന്നുമോളുടെ അവസ്ഥയും, 2 പേരും രോഗികളാ. ഈ മാതാപിതാക്കള് അള്ളാഹു 2 മക്കളെ നൽകി. പരീക്ഷണമാണ്. യാ അല്ലാഹ്, ഇതുപോലെ ഒരു കുടുംബത്തെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. പിഞ്ചു പൈതലുകളാണ്, പറക്കമറ്റാത്ത പ്രായത്തിലുള്ള ഈ മക്കള്, ഓടിക്കളിച്ച് രസിക്കേണ്ട പൊന്നുമക്കള്, സ്കൂളുകളിൽ മദ്രസകളിൽ പോകേണ്ട ഈ പൊന്നുമക്കള് മാരകമായ രോഗം കൊണ്ട് കഴിഞ്ഞ 10 മാസമായി ഈ പൊന്നുമോന് വല്ലാത്തൊരു പ്രയാസത്തിലാ. ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഭീമമായ 50 ലക്ഷം രൂപയാണ് പ്രിയപ്പെട്ടവരെ കണ്ടെത്തേണ്ടത്. ഈ മാതാപിതാക്കൾക്കോ ഒരു നാടിനോ ഇത് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. നിവൃത്തികേട് കൊണ്ടാ, മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാ ആ ഉമ്മയും ഉപ്പയും നിറകണ്ണുകളോടെ കണ്ണീരോടെ നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു മാർഗവുമില്ല. ഈ പൊന്നുമോളെ കണ്ടോ, നിഷ്കളങ്കിയായ ഈ പൊന്നുമോൾക്കറിയില്ല തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും. ഈ മോളുടെ അവസ്ഥയും വീർത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോൾക്കും ടെസ്റ്റുകൾ സ്ഥിരീകരിച്ചു. ഈ പൊന്നുമോൻക്ക് എമർജൻസിയായി അടിയന്തരമായി ഈ പൊന്നുമോന്റെ ലിവർ മാറ്റിവെക്കണം. കാരണം ഈ പൊന്നുമോൻക്ക് ചില സമയത്ത് ഈ മാതാപിതാക്കൾ പറഞ്ഞത്, സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോ എനിക്ക് ഫോട്ടോകൾ അയച്ചു, വായിലൂടെ രക്തം വരികയാണ്, മൂക്കിലൂടെ രക്തം വരികയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഈ മാതാപിതാക്കൾക്ക് കാരുണ്യ മനുഷ്യരായ നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഇത് ഹോസ്പിറ്റലിൽ നൽകിയ എസ്റ്റിമേഷൻ ആണ്. എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോന്റെ സർജറി നടക്കണം. വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ ഈ പൊന്നുമക്കളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട്, നിങ്ങളുടെ ഒരു സഹായം കൊണ്ട് 2 മക്കളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണതിന്റെയും അതുപോലെ നബീസ എന്ന ഈ കുട്ടിയുടെ ഉമ്മാന്റെ പേരിലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എല്ലാം ഇതിന് നൽകിയിട്ടുണ്ട്. പ്രത്യേകം നിങ്ങൾ അറിയിക്കുകയാണ്. UPI ഇടപാടുകൾക്ക് പരിമിതിയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി ഈ പൊന്നുമോന്റെ പേരിൽ ഹഫീദുർ റഹ്മാൻ ചികിത്സ സഹായ സമിതി എന്ന സ്കാനർ, ഈ സ്കാനർ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ പരമാവധി നിങ്ങൾ സഹായം എത്തിക്കണം. മുഴുവനും പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഇവിടെയുള്ള പണ്ഡിതന്മാർ, മഹൽ ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ചെറിയ മക്കൾ, ഈ നാട് ചെറുപ്പക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ടവരെ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ സങ്കടകരമായ ഹാഫിദ് റഹ്മാൻ എന്ന് പറയുന്ന 6 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ് എന്റെ പ്രിയ സുഹൃത്ത് ജാബിർ നിസാമി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അന്ന് ലൈവായി നിൽക്കേണ്ട ഒരാളായിരുന്നു ഞാൻ.
നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അന്ന് എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായും നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയത്. പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ഈ കൊച്ചു കുഞ്ഞിന് ഹാഫിള് റഹ്മാന്റെ ചികിത്സാ സഹായത്തിന് ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തിന്റെ ഈ കണ്ണീരൊപ്പി സഹായിക്കണമെന്ന് പരിശുദ്ധ റമദാൻ മാസമാണ്. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, അതുപോലെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു. ആ കുഞ്ഞുമോൻ്റെ രോഗം എവിടെയിരുന്ന് വെച്ചാൽ ആ കുഞ്ഞുമോൻ്റെ അനിയത്തി കളിക്കുന്ന സമയത്ത് ആ മോനെ എണിച്ച് നടക്കാൻ നോക്കുന്നുണ്ട്. ആ മോനക്ക് നടക്കാൻ പറ്റുന്നില്ല. അത്രയും രോഗപിടിപ്പെട്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ പറയപ്പെട്ട ഹാഫിള് റഹ്മാൻ എന്ന് പറയുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചോമനരമായ ഒരവസ്ഥയാണ്. ലിവർ മാറ്റൽ ശസ്ത്രക്രിയ നടത്തേണ്ട ഒരവസ്ഥയിലാണ്. ഏത് നിമിഷവും അത് നടത്തിയില്ലെങ്കിൽ മരണപ്പെട്ടു പോകുമെന്ന ഒരവസ്ഥയിലാണ് ആ കുഞ്ഞുള്ളത്. നേരെ മറിച്ച് ആ കുഞ്ഞിൻ്റെ വീട്ടുകാരാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. വളരെ പാവപ്പെട്ടവരാണ്. സ്വന്തമായി ജീവിക്കാൻ അഥവാ താമസിക്കാൻ ഒരു വീട് പോലുമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന ചെറിയ കൂലിപ്പണി നടക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മകനാണ്. നിങ്ങളെല്ലാവരും അകമറിഞ്ഞ് വളരെയധികം സഹായം ചെയ്തു തരണമെന്ന്. ഞാൻ ഈ കടുമ്പാർ വാർഡ് മെമ്പറാണ്. നീഞ്ച പഞ്ചായത്തിന്റെ സാമ്പത്തികമായും മാനസികമായുമുള്ള എല്ലാവിധ സഹകരണവും നിങ്ങളുടെ ഭാഗത്ത് ഏകദേശം 50 ലക്ഷം റുപ്യോളം ഈ ചികിത്സക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവർക്കോ ഇതിനെ താങ്ങാൻ പറ്റാത്ത ഒരു ഭീമമായ ഒരു തുകയാണ് അപേക്ഷിക്കുന്നത്. നിങ്ങൾ കഴിയുന്ന പരമാവധി നിങ്ങളൊന്നും കഴിയുന്ന സഹായം എല്ലാവരും ഓരോരുത്തർമാർ ചെയ്ത് ഈ കുഞ്ഞിന് വേണ്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.